CPM അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തത് പാർട്ടി ചട്ടങ്ങളും സംസ്ഥാന കമ്മിറ്റി തീരുമാനവും മറികടന്ന. ഇതേസമയം അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തോടെ ഔദ്യോഗിക വിഭാഗത്തിൽ ഭിന്നതയും പുതിയ ഗ്രൂപ്പ് സമവാക്യവും രൂപപ്പെട്ടു. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, CPMന്റെ അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തത് പാർട്ടിയുടെ ചട്ടങ്ങളും സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനവും മറികടന്നാണ്. ഒപ്പം തന്നെ അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തോടെ ഔദ്യോഗിക വിഭാഗത്തിൽ ഭിന്നതയും രൂപപ്പെട്ടിട്ടുണ്ട്. പുതിയ ഗ്രൂപ്പ് സമവാക്യവും ഉണ്ടായിട്ടുണ്ടല്ലേ? നിഖിൽ, അങ്ങനെ തന്നെയാണ്. CPM ഭരണഘടന അനുസരിച്ച് ഒരു സമ്മേളനം നടക്കുമ്പോൾ ആ സമ്മേളനത്തിലെ പ്രതിനിധികൾക്ക് മാത്രമാണ് അവിടെ തിരഞ്ഞെടുക്കപ്പെടാൻ അവകാശമുള്ളത്. അങ്ങനെ എടുക്കുന്ന കമ്മിറ്റിയിൽ നിന്നുമാണ് സ്വാഭാവികമായും ഒരു സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ ഈ രീതികളൊന്നുമല്ല അവിടെ നടപ്പായത്. ഏറ്റവും പ്രധാനമായി പറയേണ്ടത്, അമ്പലപ്പുഴയിൽ സമ്മേളന പ്രതിനിധികളിൽ നിന്നും ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരിൽ നിന്നും എടുത്ത കമ്മിറ്റിയിൽ ഉൾപ്പെടാത്ത ഒരാളെ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുന്ന സാഹചര്യം. അതായത് ഏരിയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താത്ത ആളെയാണ് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുന്നത്. അത് പാർട്ടി ഭരണഘടനാ പ്രകാരം പാടില്ലാത്തതാണ്. മറ്റൊരു പ്രധാന വീഴ്ച സംഭവിച്ചിരിക്കുന്നത്, CPM സംസ്ഥാന കമ്മിറ്റി തന്നെ നേരത്തെ തീരുമാനമെടുത്തതാണ്. പുതിയ ഒരു ഏരിയ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുമ്പോൾ അയാൾ ഒരു കാരണവശാലും ജില്ലാ കമ്മിറ്റി അംഗമാവരുത്. ഇപ്പം നിലവിലുള്ള ഏരിയ കമ്മിറ്റി സെക്രട്ടറിനെ തുടരാൻ തീരുമാനമെടുക്കുമ്പോൾ സ്വാഭാവികമായും ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാരെ അടുത്ത ജില്ലാ സമ്മേളനത്തിൽ ജില്ലാ കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തുന്ന ചില പതിവുകൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ജില്ലാ കമ്മിറ്റിയിലുള്ളതാണെങ്കിൽ ആ സെക്രട്ടറി തുടരുന്നതിന് അതൊരു തടസ്സമല്ല. മറിച്ച് പുതിയ ഒരു സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് ജില്ലാ കമ്മിറ്റി അംഗമാവരുത് എന്ന് സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശിച്ചു. ആ ഒരു നിർദ്ദേശവും ഇവിടെ പരിഗണിക്കപ്പെട്ടിട്ടില്ല. തീർത്തും ഇത്തരം കാര്യങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ട്, അതും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അടക്കം പങ്കെടുത്ത ഒരു ഏരിയ സമ്മേളനത്തിലാണ് ഇത്തരത്തിൽ അമ്പലപ്പുഴയ്ക്ക് പുറത്തുള്ള, ഈ സമ്മേളനത്തിന് പുറത്തുള്ള ഒരാളെ, ജില്ലാ കമ്മിറ്റി അംഗമായ അഡ്വക്കേറ്റ് ആർ രാഹുലിനെ ഏരിയ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുന്നത്. ഇതിന് പിന്നിലും വലിയ വിഭാഗീയതയുണ്ട്. അവിടെ ഏരിയ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള തർക്കമുണ്ടാകുന്നു. അങ്ങനെ വന്നാൽ സാധാരണഗതിയിൽ പാർട്ടി ചെയ്യാറുള്ളത് അതൊരു തെരഞ്ഞെടുപ്പിലേക്ക് വിടുക. സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരം ഉണ്ടാവും, കൂടുതൽ വോട്ട് കിട്ടുന്നാൽ സെക്രട്ടറി ആവും. പിന്നീട് ഏരിയ സമ്മേളനം കഴിഞ്ഞതിന് ശേഷം ഇത് വിലയിരുത്തി അതിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ സെക്രട്ടറിയെ മാറ്റിയിട്ട് ഒരു അഡ്ഹോക് കമ്മിറ്റിയെ തന്നെ നിയോഗിക്കുകയോ ഇല്ലെങ്കിൽ സെക്രട്ടറിയായി ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒരാളെ നിയോഗിക്കുകയോ ചെയ്യാം. എന്നാൽ അത്തരത്തിലുള്ള ഒരു നീക്കവുമല്ല ഇന്നലെ അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ നടന്നത്. ഇവിടെ ശക്തമായ വിഭാഗീയത ഉണ്ടായി. അതിൽ ഔദ്യോഗിക പക്ഷക്കാരായ H സലാമും സജി ചെറിയാനും തമ്മിൽ പോലും തർക്കമുണ്ടാവുന്നു. അങ്ങനെ അവിടുത്തെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി അമ്പലപ്പുഴ ഏരിയ സമ്മേളനം മാറി എന്നതാണ് എടുത്തു പറയേണ്ടത്. ഈ ഒരു മാറ്റത്തോടു കൂടി സജി ചെറിയാനും VP ചിത്തരഞ്ജൻ MLAയും കൈകോർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതേ സാഹചര്യത്തിൽ തീരദേശ മേഖലയിൽ നിന്നുള്ള ഒരു പ്രതിനിധി എന്ന നിലയിൽ PP ചിത്തരഞ്ജൻ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം വിലയിരുത്തപ്പെടുന്നുണ്ട്. അതിന് തടയിടാൻ വേണ്ട നീക്കങ്ങളുമായി H സലാമും രംഗത്തെത്തുന്നു. ഇത്തരത്തിൽ ആലപ്പുഴയിൽ ജില്ലാ സമ്മേളനം നടക്കാൻ ജനുവരി 11, 12 തീയതികളിലാണ് ആലപ്പുഴ ജില്ലാ സമ്മേളനം അരിപ്പാട്ട് വെച്ച് നടക്കുന്നത്. ഇതിനോടകം തന്നെ നിരവധി ഏരിയ സമ്മേളനങ്ങൾ പൂർത്തിയായി. എന്നാൽ ഇനിയും ഉള്ള ഏരിയ സമ്മേളനങ്ങളിൽ ഇതുകൂടി കലർന്നുള്ള ഒരു ഗ്രൂപ്പ് സമവാക്യത്തിനനുസരിച്ച് കാര്യങ്ങൾ നീങ്ങുന്നത്. അതോടൊപ്പം തന്നെ പുതിയ ജില്ലാ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുമ്പോഴും ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് സാഹചര്യം ഒരുങ്ങുകയാണ്. അത് CPM അണികളിൽ തന്നെ ഇതുവരെ പ്രതിനിധികളായി വന്നവരിപ്പോൾ പല ഏരിയ സമ്മേളനങ്ങളിലും എടുത്ത പ്രതിനിധികളിൽ തന്നെ വല്ലാത്ത ഒരു അവ്യക്തത ഉണ്ടാകുന്നു. കാരണം ജില്ലാ സമ്മേളനത്തിൽ ഇനിയും സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്, ആർക്കൊപ്പം നിൽക്കണം എന്നത് സംബന്ധിച്ച് പോലും ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുന്ന രീതിയിലേക്ക് ആലപ്പുഴയിലെ ഗ്രൂപ്പ് സമവാക്യം മാറുന്നു എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഇതേ സാഹചര്യത്തിൽ തന്നെ C ശ്യാംജി എന്ന ആളെ ഏരിയ സെക്രട്ടറി ആക്കാനായിട്ട് ആദ്യം പേര് നിർദ്ദേശിച്ചിരുന്നു. സജി ചെറിയാനാണ് നിർദ്ദേശിച്ചത്. ഇതിനെതിരെ H സലാം രംഗത്ത് വരികയും ശ്യാമിനെ ഒഴിവാക്കുകയും ചെയ്തതിൽ തീരദേശ മേഖലയിൽ നിന്നടക്കം വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു. ഇപ്പോൾ പുറത്തുനിന്ന് ഏരിയ സെക്രട്ടറി വന്നത് CPMന്റെ അടിത്തറ ഇളക്കുന്ന ഒരു തീരുമാനമെന്നാണ് വിലയിരുത്തപ്പെടുന്നതും. നിഖിൽ. ശരി സുധീഷ്, CPM അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ സെക്രട്ടറിയെ തെരഞ്ഞെടുത്ത പാർട്ടി ചട്ടങ്ങളും സംസ്ഥാന കമ്മിറ്റി തീരുമാനവും മറികടന്ന വിവരങ്ങൾ നൽകുകയായിരുന്നു സുധീഷ് ഗോപാൽ.